ഹലോ ഗായ്സ്, നമ്മൾ കളിക്കുന്നത് വെറൈറ്റി ഗെയിം പ്ലേ ആണ്. അതായത് നമ്മൾ വേറൊരു ഗെയിം പ്ലേ, എന്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഏതൊരു കമാൻഡോ നമ്മളടുത്തുള്ള SMG ഗൺ ഇതാണ്. പിന്നെ മെഷീൻ ഗൺസ് രണ്ടും ഉണ്ട്. പിന്നെ പിസ്റ്റൾ എന്നേ ഉള്ളൂ. എല്ലാം നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കണം. പിന്നുള്ളത് സെറ്റാണ്. ഈ 4 സൈസ് കളികൾ. ബോംബ് ഡിഫീറ്റ് ചെയ്യുമ്പോൾ ഇത് ബോംബ് ഒഴിവാക്കുന്നത്, ബോംബ് പൊട്ടാനുള്ള ബോംബ് നമ്മൾ അത് ഡിസ്കണക്റ്റ് ആക്കുക. പിന്നെ സ്റ്റോറി ഗെയിം, പിന്നെ മൾട്ടിപ്ലെയർ കളിക്കാം. ടീം ഡെത്ത് മാച്ച് കളിച്ച ഒരു 7 സെക്കൻഡോളൊക്കെ ആവുമായിരിക്കാം. വെയിറ്റ് ചെയ്യാം. വന്നു ടീം ക്യാപ്റ്റൻ ഞാനാണ്. 11 ലെവൽ 12 ലെവൽ ഉണ്ട്. ലെവൽ നോക്കിയിട്ടല്ല കേട്ടോ, എങ്ങനെയായാലും ഞാൻ തന്നെ ടീം ക്യാപ്റ്റൻ. ഇത് ഏത് ഗണ്ണാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മെഷീൻ്റെ ഗണ്ണാണ്. ഈ 2 ഐറ്റം മെഷീൻ ഗണ്ണുണ്ട്. ഇതിനാണ് ഡാമേജ് കൂടിയത്, മറ്റേതിന് ഡാമേജ് വളരെ കുറവാണ്. അതായത് നമ്മുടെ ടീം തോർത്താൻ ഏതായാലും ഡെഡ് ആയിട്ടുണ്ട്. മാക്സിമം 20 കില്ലിൽ MVP ആവാൻ നമുക്ക് നോക്കാം. മാക്സിമം ഒരു 10 കില്ലെങ്കിലും നമുക്ക് നോക്കണം. എടുത്ത് പറ്റ പറഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു. കാലിന് കിട്ടിയപ്പോഴും ചത്ത്. ഏതായാലും നമുക്ക് ഏകദേശം കില്ലെടുക്കണം. ഒരു 10 കില്ലെങ്ങനെ എടുക്കും. ടീമേറ്റൊക്കെ ഭയങ്കര ഇതാട്ടോ. സ്നൈപ്പറൊക്കെ വെച്ചിട്ട് താങ്ങുന്നതാണ്. സ്നൈപ്പർ വെച്ച് ഇങ്ങനെ താങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ സ്നൈപ്പർ വെച്ച് ഓനെ തന്നെ താങ്ങി വേറെ എടുത്ത് എന്തോ ഒരു ഒറ്റടി കൊള്ളുന്നില്ലല്ലോ. കൊള്ളി ചാവാത്തല്ലോ. തീർക്ക് വേഗം നമ്മളാണ് ചത്തത്. കുഴപ്പമില്ലാത്ത ഞാൻ ചാവാതെ കില്ല് ഒരുപാട് എടുത്തിട്ട്, അതായത് MVP പിന്നെ 10 കില്ല് എടുക്കാം. 10 കില്ല് എന്തെല്ലാം എങ്ങനെ ചാവാതിരിക്കുക. സ്നൈപ്പറായിട്ട് അടിച്ചാൽ പിന്നെ ഞാൻ ചവിട്ടുക. 14 മിക്കവാറും അവർ ജയിക്കാനാണ് സാധ്യത. 20 ഏത് ടീമാണ് ഫസ്റ്റ് 20 കില്ലെടുക്കത്തെ ആ ടീം ജയിക്കും. അങ്ങനെയാണ്. ഏതായാലും ഇപ്പോൾ ഈ വേണമെങ്കിൽ കില്ല് തരാൻ പോകും. ടീം സമനിലയായി 1-ന് മുന്നിൽ. 14 അതുപോലത്തിന് തീർച്ചയായിട്ടും 17 ആയിട്ടുണ്ട് കേട്ടോ. 17 ഒരു 3 കില്ലോട് നമ്മൾ ടീമേറ്റ് എടുത്ത് കഴിഞ്ഞു. വിക്ടറി. ഞാൻ മോനെ 12 കില്ല്. MVP മോനെ A ഗ്രേഡ് കിട്ടി. ഏതായാലും മേടിച്ചിട്ട് ഇനി നമുക്ക് സ്റ്റോറി ഗെയിം കളിക്കാം. സ്റ്റോറി ഗെയിം ഹോമിൽ പോയിട്ട് അതേപോലെ സ്റ്റോറി ഗെയിം കളിക്കാം. പക്ഷെ സീനും PUBGയുടെ ടീം മോഡലൊക്കെ സ്റ്റോറി ഗെയിം സ്നൈപ്പർ വെച്ചിട്ട് ഒരു 10 വാങ്ങിക്കാം. 100 ഇത് ഗോൾഡ്, അതായത് സിൽവർ ഗോൾഡ് ഗിൽഡില്ല. ഇതിന് ഫുഡ്, അതായത് ഫ്രീ ഫയറിൽ ഡയമണ്ട്, PUBGയിൽ UC BC എന്നൊക്കെ പറയും. ഇതിൽ ഗോൾഡ് 100 കൊടുത്താൽ 10 ഗ്രനേഡ്. 10 ഗ്രനേഡ് ഇതൊന്നും വാങ്ങാൻ പറ്റത്തില്ല. ഇതിനെന്ന് വെച്ചാൽ ഇതൊരു 10 സൂചിക്ക് 1000 സിൽവർ കൊടുക്കണം. ഇത് സെറ്റാണ്, പവറാണ്. പിന്നെന്താ ഈ ഗെയിമിലെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ M80 ഫ്രീ ഫയറുള്ള M80 ഉണ്ടല്ലോ. ഇത് എത്ര
P6 പിന്നെ P90 പൊളി. പിന്നെ നമ്മളൊരു ഇതാണ് സ്നൈപ്പർ, ഒരു പേരെന്ത് AM റൈഫിളറോ സ്റ്റോറി മോഡ് തന്നെ 3 സൈസ് ഗെയിമുണ്ട്. അതായത് സ്റ്റോറി മോഡിൽ പിന്നെ ബോംബ് ഉണ്ട്, പിന്നെ പിസ്റ്റൾ കൊണ്ടുള്ള ഒരു കാര്യമുണ്ട്. ബോംബ് എന്ന് വെച്ചാൽ ബോംബ് അവർ ബോംബൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും, നമ്മൾ പോയി അതെല്ലാം ഇതാക്കി എടുക്കണം. എൻ്റെ ഏത് ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. സ്നൈപ്പറാണ്, 7 പേരുണ്ട്. സ്നൈപ്പറോട് എങ്ങനെ തന്നെ കൊടുക്കാനാ? ഒരൊറ്റ റീലോഡ് ഉണ്ടാവും, ഒരേറ്റൊന്നും കൊള്ളുന്നില്ല. ഹെൽത്തിൽ അങ്ങനെ വളരെയേറെ പോകുന്നുണ്ട്. ഡിഫിറ്റായി, മിഷൻ ഫെയിൽഡായി. ഗണ്ണ് മാറ്റണം, ഗണ്ണ് ശരിയല്ല. നമ്മളെ മെഷീൻ ഗണ്ണ് തന്നെ വെക്കും, നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഈ മെഷീൻ ഗണ്ണ് മറ്റു മെഷീൻ ഗണ്ണ് കാണാൻ രസം തന്നെ പവറില്ല. സ്റ്റോറി മോഡ് ഞാൻ കളിച്ചു, ഇതിലെന്തായാലും വിചാരിക്കും. ഇത് ഇന്ന് ഇപ്പോൾ 2 മിനിറ്റ് തന്നെ കയറ്റിയതുള്ള കളിച്ചിട്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കളിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, പോയി കയറ്റുക. ഈ മൾട്ടിപ്ലെയർ ഇതാക്കണമെന്നുണ്ടെങ്കിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ മൾട്ടിപ്ലെയർ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 വീഡിയോസ്, ഇതൊരു കളി 5 വീഡിയോസ് കാണാം. ആ 5 വീഡിയോസ് കണ്ട ഇത് അൺലോക്കാം. ഒരു 100 ഉണ്ട് വീടുണ്ടാവും. ഗണ്ണ് പൊട്ടിച്ച് ആ ഗണ്ണൊക്കെ അത്ര സേഫ്. ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണാണ്, അതായത് നമ്മൾ അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളെ വെടിവെക്കും. കുത്തൊക്കെ വെടിക്കുന്നു, നീച്ച പോകണമെങ്കിൽ ഫുള്ളായിട്ടുണ്ട്. ഫുള്ളായി 10 ഫുള്ളായി, വെച്ച് ഫുള്ളായി. ഇത് കണ്ടിട്ടുണ്ട്. ഇതൊരു ഡോറുണ്ട്, ഫ്രീ ഫയറിലുള്ളത് പോലെ തന്നെ ആയിരിക്കും ഇത്. പബ്ജി ഡോറൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവനൊക്കെ ഓടിച്ച് നിൽക്കാം. നമ്മളേതായാലും വിക്ടറി മിഷൻ ഇപ്പോൾ നമ്മൾ ഗ്രനേഡ് കൊണ്ട് കീഴെടുത്തിട്ടില്ല കേട്ടോ. അതാണ് അതിന് സ്റ്റാർട്ടാകാറ്. മൾട്ടിപ്ലെയറായിട്ട് കളിച്ചിട്ട് നമുക്ക് നിർത്താമല്ലോ. ചൂടായിട്ട് ഞാൻ സീനാണ്. ഹീറ്റായ ഫോണ് ഹീറ്റായി കഴിഞ്ഞാൽ അതിനാണ് സീനാണ്. ഇപ്പം തന്നെ ചെറിയ ലാഗുകൾ വരുന്നുണ്ട്. വീഡിയോയിൽ ഉണ്ടോ എന്നൊന്നും അറിയിട്ടില്ല. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ലാഗ് ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട് ഒരു മെഷീനാണെങ്കിൽ പോകണം. ഇതിലേതായാലും മിക്കവാറും നമ്മുടെ ടീമിനെ തോൽക്കാൻ സാധിക്കണം. അവർ സെറ്റ് കളിയുണ്ട്, പെട്ടെന്ന് കൊണ്ടുവരുന്നതാ. എന്താ AW കൊണ്ടൊക്കെ സ്നൈപ്പർ കൊണ്ടായിട്ട് നമുക്ക് അങ്ങനെ പറ്റും. സ്നൈപ്പർ കൊണ്ട് അകത്തേക്ക് അയാൾക്ക് ഒരൊറ്റ അടി കൊള്ളുന്നില്ല. അത് എന്ത് അൺലിമിറ്റഡാണ്. അൺലിമിറ്റഡ് ആയതുകൊണ്ട് പ്രശ്നമില്ല. അൺലിമിറ്റഡാണ്, അതായത് നമ്മൾ 100 ഉണ്ട കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ എത്തിയില്ല. ഒരാൾക്ക് എടുത്തത് നമ്മളെടുത്ത് നമുക്ക് 8-6 മിക്കവാറും നമ്മൾ തോൽക്കാൻ സാധ്യതയുണ്ട്.
പറഞ്ഞില്ല 9 ആയിട്ടുണ്ട്. അയച്ചിട്ട് കവർ ചെയ്താൽ 10 ആവുന്നോ നമ്മൾ കത്ത് നമ്മൾ ഹെൽത്ത് ഫുള്ളാക്കാൻ വേണ്ടി ഫുൾ കയറ്റായിരുന്നു. അപ്പം തന്നെ റീലോഡിങ്ങും വന്നു. ഞങ്ങളെ തട്ടിൽ നിൽക്കുന്നത് അതായത് അസിസ്റ്റൻ്റ് ഒരു ബാറ്റ് 12 13 അങ്ങനെ അടിയൊരു ലാസ്റ്റ് കളിയാണ്. കളയണം 14 ആയിട്ടുണ്ട്. ഈ കളി തീയടിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് ടോപ്പ് 10 അല്ല 10 കില്ലെങ്കിലും എടുക്കാൻ നോക്കാം. MVP ആകാൻ എങ്ങനെയായാലും നോക്കാം. MVP ആണ് നമ്മളെ മുഖ്യം. ഞാൻ കളിച്ച എല്ലാ കളിയിലും MVP ആണ്. ഏകദേശം ഒരു ഡെത്ത് മാച്ചിൽ ഏകദേശം ഒരു 14 കളി കളിച്ചിട്ടുണ്ടാവും. അതെ പിന്നെ ഒരു മില്ല് കിട്ടുന്നത് നമുക്കിനി ഹോം അടിച്ചിട്ട് നമുക്ക് പോകാം. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വിട്ട അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ലൈക്ക് അടിക്കുക. പിന്നെ വേറെ ഏതെങ്കിലും ഗെയിംസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക. നമുക്ക് ഏതായാലും നമ്മുടെ MM6YT ഗെയിമിംഗ് എന്ന് തന്നെ ആക്കാൻ പറ്റും. MM6YT ഗെയിമിംഗ് എന്നായി നമുക്ക് ഫുൾ ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് തന്നെ വൈറ്റ് സ്പേസിടാൻ പറ്റത്തില്ല. ജീനകത്ത് ജീ ഇടയ്ക്കുള്ള തോന്നുന്നു. ഓക്കെ എഴുതിയിട്ടുണ്ട് ഗെയിമിംഗ് നല്ല പറ്റുന്നത്. അതേപോലെ NUI മാറ്റി EU6 ഗെയിമറായി MM6YT ഗെയിമർ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഈ ഗെയിമിൻ്റെ ലിങ്ക് അടക്കം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.